5 സ്റ്റാർസ് സർവീസ് പെരുമ. വീടുകളും ഓഫീസുകളും ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ക്ലീൻ ചെയ്യും. അന്വേഷണങ്ങൾക്കും ബുക്കിംഗിനും 5 സ്റ്റാർസ് സർവീസ് പെരുമ. 04829 2522685 99462 09649 94474 പലായനം ചെയ്യാതെ തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പടയൊരുക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹയാത്രികനായ PC തോമസിന്റെ വലതുഭാഗത്തിന് ശക്തി പകരുവാൻ സ്വർണ്ണ കിരീടം ഉപേക്ഷിച്ച് വെച്ചുകൊണ്ട് യഥാർത്ഥമായ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്ന സ്റ്റീഫൻ ജോർജ് XMLA നേതൃത്വം കൊടുക്കുന്ന PC തോമസ് നയിക്കുന്ന മുല്ലപ്പെരിയാർ ശാന്തിയാത്ര കടന്തേരിയുടെ ഭാവരാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. മണ്ണിനും വെണ്ണിനും മനുഷ്യനും മഹാത്മ്യം നടത്തിക്കൊണ്ട് നാടു താണ്ടി നഗരം താണ്ടി നഗരവീതി താണ്ടി മണ്ണു താണ്ടി മലയോരം താണ്ടി മല മടക്കു താണ്ടി നാടും നഗരവും ഇതാ സ്വാന്തന വാക്കുകൾ കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമരനായകൻ PC തോമസ് നയിക്കുന്ന മുല്ലപ്പെരിയാർ ശാന്തിയാത്ര ഇതാ ജീവിത സൗഭാഗ്യങ്ങൾ ഉണർത്തുന്ന ഉണ്ണിനീല സന്ദേശത്തിന്റെ ഉറവിടമായ അടുത്തത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരാണ്. കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോസുകുട്ടി കട്ടാത്തുവാല, മുളക്കുളം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിജോ മാവളത്തോഴി, ശ്രീ PC തോമസ് സാറ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീമാൻ EP മാത്യു, ശ്രീ തോമസ് കുന്നപ്പള്ളി, പ്രിയപ്പെട്ട CPIയുടെ നേതാവ് ജെയിംസ്, ബഹുമാന്യനായ കടുത്തുരുത്തിയുടെ മുൻ സ്ഥാനാർത്ഥിയും MLAയും കടുത്തുരുത്തിയുടെ പ്രിയങ്കരനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 6-ാം തീയതി രാവിലെ കൊച്ചിയുടെ തീരത്ത് നിന്നുകൊണ്ട് മഹാത്മജിയുടെ പ്രതിമയുടെ പാതാരവിന്ദങ്ങളിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കൊച്ചു കേരള സംസ്ഥാനത്തിന്റെ കിഴക്ക് മലമടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോയാൽ ഇന്നാട്ടിലെ 35 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട്
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെട്ടുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും പുതിയതായി ഡാം പണിയണമെന്നും നിരവധിയായ ആൾക്കാർ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ ജോലി തേടിയും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തൊഴിലെടുക്കുവാനും മറ്റിതര ആവശ്യങ്ങൾക്കുമായി പോയിട്ടുണ്ട്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്വീകരണ യോഗത്തില് ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ നിവാസികളുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പ്രോത്സാഹനവും ഇപ്പോൾ ഈ ടൗണിൽ കാണുമ്പോൾ തന്നെ നമുക്ക് സുപരിചിതമാണ്. അതുപോലെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിന്റെ പ്രിയങ്കരനായ വർക്കിംഗ് ചെയർമാൻ ശ്രീയാണ്. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ അഭിമാന ഭാജനമായ സെക്രട്ടറി പദമലങ്കരിക്കുന്ന മിസ്റ്റർ സ്റ്റീഫൻ ജോർജ് ഈ മാസം 6-ാം തീയതി തിങ്കളാഴ്ച എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് നിന്ന് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ PC തോമസ് തുടങ്ങിയ ശാന്തി യാത്രയാണ് ഇന്ന് ഇവിടെ സമാപിക്കുന്നത്. ഈ കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ശാന്തി യാത്രയ്ക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ യാത്രയിൽ പങ്കാളികളാകുന്ന സന്തോഷകരമായ കാഴ്ച കാണുവാൻ കഴിഞ്ഞു. ശ്രീമാൻ O. ലൂക്കോസ്, അദ്ദേഹത്തിനെ ഓർക്കാതെ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് ശരിയാവില്ല. ശ്രീമാൻ O. ലൂക്കോസ് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ചെയർമാനായിരുന്നു. പ്രഗത്ഭനായ ഒരു MLA, നല്ല പ്രാസംഗികൻ, നല്ല സംഘാടകൻ. ആ O. ലൂക്കോസ് സാറ് കേരള കോൺഗ്രസിന് നൽകിയ സംഭാവന മറ്റാരും നൽകിയ സംഭാവനയെക്കാളും മുൻപിലായിരുന്നു. അത്ര നിസ്വാർത്ഥനായ ആത്മാർത്ഥതയുള്ള ശ്രീമാൻ O. ലൂക്കോസ് സാറിന് കേരള കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതിനെ വളർത്തുകയും അതിന് വേണ്ടതെല്ലാം ചെയ്ത ശ്രീമാൻ O. ലൂക്കോസിന് പോലും കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. PM മാത്യുവിന് പോലും അവസാനം കേരള കോൺഗ്രസിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന തീർത്ഥ അനുഭവങ്ങള്. അതുപോലെ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്, ഈ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഞാൻ ഓർക്കുകയാണ് സ്റ്റീഫൻ ജോർജ്. ചെറുപ്പം മുതല് കേരള കോൺഗ്രസ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട്, KM മാണിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ ഓടി നടന്ന ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരൻ, ആ വിദ്യാർത്ഥി നേതാവ് കേരള കോൺഗ്രസിന് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്ന വ്യക്തിയാണ്. KM മാണിയുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് PC തോമസിന്റെ പാർട്ടിയിൽ ചേർന്നു. അതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പറായിരുന്ന ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനായിരുന്ന ഒരു ജോർജ്, അദ്ദേഹവും നമ്മളോടൊപ്പമുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് മുട്ടാർ പഞ്ചായത്തിൽ ഒരു സത്യപ്രതിജ്ഞ നടക്കും. ശ്രീ PC തോമസിനെ കുറിച്ച് പറയേണ്ടതില്ല. കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നം അവിടെയുണ്ടോ? അവിടെയൊക്കെ അദ്ദേഹം ശബ്ദമുയർത്തി തന്റെ ആരോഗ്യം നോക്കാതെ, അസൗകര്യം നോക്കാതെ, പ്രതികൂല കാലാവസ്ഥ നോക്കാതെ രംഗത്തിറങ്ങുന്ന വ്യക്തിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നപ്പോൾ നമുക്ക് ഈ യാത്ര ഇപ്പോൾ വേണമെന്ന ചോദ്യത്തിന് മുമ്പിൽ അടിപതരാതെ ഇപ്പോഴാണ് ഈ യാത്ര നടത്തുന്നത്. കേരളത്തിലെ 40 ലക്ഷം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. കാലാവസ്ഥയിലെ പ്രശ്നം, ചൂടല്ല പ്രശ്നം, എന്ത് സൗകര്യമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് പാർട്ടി ഈ കേരളത്തിലെ 40 ലക്ഷം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ത്യാഗോന്യമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം കമ്മിറ്റിയിൽ പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഉള്ള നിയമവുമായി ബന്ധപ്പെട്ട് ഡാം സുരക്ഷ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാനങ്ങൾക്ക് കൈമാറേണ്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം എടുത്തു പറയുകയാണ്, ഡാം എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല നോക്കേണ്ടത്, ഡാമിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നാണ് നോക്കേണ്ടത്. അധികം ഡാമുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിലെ 75,000 ഡാമുണ്ട്.
ഇന്ത്യയിൽ 5100 ഡാമാണുള്ളത്. അമേരിക്കയിലുള്ള 75,000 ഡാമുകളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1000 ഡാമുകൾ അവർ ഡീകമ്മീഷൻ ചെയ്തു, വേണ്ട എന്ന് വെച്ചു, പൊളിച്ചു കളഞ്ഞു. എന്താ? ജനങ്ങളുടെ സുരക്ഷ നോക്കി അത് ചെയ്യേണ്ടതാണ് എന്നുള്ള വളരെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തത്. അവര് എല്ലാവർക്കും വേണ്ടി പറയുന്ന വാർത്തയാണല്ലോ. പക്ഷെ അവരെന്താ ഇപ്പൊ പറയുന്നത്? അവിടുത്തെ MP-മാര് ഞങ്ങള് ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ തീരുമാനം, ഓൾ പാർട്ടി മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം ഞങ്ങള് അഖിലകക്ഷികൾ നേതാക്കന്മാര് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട ദിവസം, പ്രധാനമന്ത്രിയെ കണ്ടത് 1 മണിക്കാണ് എങ്കിൽ അവിടെ 10 മണിക്ക് അവര് ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ 7 കോൺഗ്രസ് MLA MP-മാര് സത്യഗ്രഹം ഇരുന്നു. എന്തിനാ? ഈ ഇടുക്കി ജില്ല കൂടി അങ്ങോട്ട് ചേർക്കണം. അതാണ് അവരുടെ എളുപ്പവഴി. ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അറിയുന്നുണ്ടോ നിങ്ങൾ എങ്ങനെ ഇവിടെ ഒത്തുചോദിക്കും? ഇനി നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ അവർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? അത് ശരിയല്ലെന്ന് പറഞ്ഞോ? പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അവർ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ, അദ്ദേഹം ആക്ഷൻ എടുത്തില്ലല്ലോ. ഒരു നടപടി എടുക്കണ്ടേ? ഇത് വിഘടനവാദമല്ലേ? അത് സമ്മതിക്കാവോ? ഒന്ന് ആലോചിക്കണം. പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളൊന്ന് നോക്കേണ്ടതാണ്. കക്ഷിയില്ലേ, അഖിലേന്ത്യാ കക്ഷിയാണ്. അവർ തീർച്ചയായിട്ടും ഈ 40 ലക്ഷം ജനങ്ങള് കേരളത്തിൽ പാർക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അവർ ഭാരതീയരല്ല എന്ന് വിചാരിക്കുന്നില്ലല്ലോ. 40 ലക്ഷം കേരളത്തിലെ ജനങ്ങൾ ഭാരതീയരല്ലേ? ആണെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഗവൺമെന്റിനും ബാധ്യതയില്ലേ? അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. രമ്യമായി പരിഹരിക്കണം. തമിഴ്നാടിനെ ഒരു വിധത്തിലും അലട്ടണ്ട. തമിഴ്നാട്ടിലെ ഒരാളാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലേക്ക് കയറിയപ്പോൾ ആദ്യം എന്നെ സ്വീകരിച്ചത്. കോട്ടയം ജില്ലയിലെ നമ്മുടെ പാർട്ടി പ്രവർത്തകരെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവർമയിൽ വന്നപ്പോൾ 3-4 തമിഴ് വംശജര് അവിടെ തൊഴിലാളികളാണ്. അവര് അവിടെ നിന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം ഒരാള് ഒരു ബന്ദിപ്പൂ എന്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാനത് കയ്യിൽ വെച്ചിരിക്കാറുണ്ട്. ആ ബന്ദിപ്പൂ തന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തമിഴ്നാട്ടുകാർക്ക് എതിരല്ല നമുക്കറിയാം. അത് തന്നെയല്ല നമ്മൾ വെച്ചിരിക്കുന്ന ആശയം എന്താ? തമിഴ്നാട്ടിലുള്ള മലയാളികൾ കൊണ്ട് അവർക്ക് ഭീഷണി ഉണ്ടാകരുത്, അവർക്ക് സുരക്ഷ നൽകണം. അതോടൊപ്പം തന്നെ ഇവിടെ തമിഴരുണ്ട്, അവർക്കും സുരക്ഷ നൽകണം എന്നുള്ള ആവശ്യം ഈ ശാന്തി യാത്രയിൽ ഉന്നയിച്ചിരിക്കുക. അതല്ലാതെ നമ്മുടെ മലയാളികളെ മാത്രം രക്ഷിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് രമ്യമായിട്ട് പരിഹരിക്കണം. രമ്യമായിട്ട് പരിഹരിക്കുവാൻ ആർക്കാണ് പറ്റുക? കേരളം അതിനുവേണ്ടി ശ്രമിക്കുമോ? ഇല്ല. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അതിന് ശ്രമിക്കാം എന്ന് ഓൾ പാർട്ടി മീറ്റിംഗിൽ ഞങ്ങളോട് പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിന് ഒരു ചെറിയ വിരൽ അനക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വശത്ത്. മറിച്ച് ഏറ്റവും വലിയ മറ്റൊരു കാര്യം, അദ്ദേഹം തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ശ്രീമതി ജയലളിത പറഞ്ഞു, അങ്ങനെ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങള് വളരെ ശക്തമായിട്ട് പറയുന്നു ഇതിൽ ഇടപെട്ടിട്ടുമില്ല, ഇടപെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. മൂന്നാമതൊരു കക്ഷിയാണ് നമ്മുടെ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന് ഒരു റോളും ഇല്ല. നമ്മുടെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ വിഷയം ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധരിപ്പിക്കണം. ശക്തമായിട്ട് രമ്യമായിട്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു നിന്ന് എല്ലാവരും കൂടി അങ്ങ് ഞങ്ങൾക്ക് ശിരസ വഹിക്കാം എന്ന് പറയുകയല്ലോ. കേരളത്തിന്റെ 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കുക എന്നുള്ളത് കേരളം സമ്മതിക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല, അവരാവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എന്താ? ദേശീയ തലത്തിലെ ഒരു ഡാം രജിസ്റ്റർ ഉണ്ട്. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം പഠിക്കുവാൻ വേണ്ടി ഞാൻ നോക്കി വന്നപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. 4 ഡാമുകൾ, മുല്ലപ്പെരിയാർ, പറമ്പിക്കുളം, മുല്ലപ്പെരിയാറിനേക്കാൾ വളരെ വലിയ ഡാമാണ് പറമ്പിക്കുളം. പിന്നെ അത് പാലക്കാടുള്ളതാണ്. പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ പറമ്പിക്കുളം ഡാമിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ പൂർണ്ണമായിട്ടും കേരളത്തിലെ ഡാമാണ്. അപ്പം പറമ്പിക്കുളം ഡാം, അതിനടുത്തുള്ള തൂണക്കടവ് ഡാം, പിന്നെ പെരിയാർ കുളം എന്ന് പറഞ്ഞ മറ്റൊരു ഡാം, ഇതും 4 കേരളത്തിലാണ്. പക്ഷേ ദേശീയ രജിസ്റ്ററിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജ് ഡാംസ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് തമിഴ്നാടിന്
108 ഡാം, പക്ഷെ സത്യത്തിൽ 104 ഉള്ളൂ. 4 നമ്മൾ അങ്ങോട്ട് എടുത്തു കൊടുത്തിരിക്കണോ? അതുപോലെ നമുക്ക് 54 ഡാം, സത്യത്തിൽ 58 ഉണ്ട്. ഈ 4 അപ്പുറത്താണ് കാണിച്ചിരിക്കുന്നത്. ഇത് ദേശീയ രജിസ്റ്റർ എങ്ങനെ വന്നത്? തീർത്തും ആരും അറിയാതെ ഒരു മിസ്റ്റേക്കാണോ? അല്ല, ഇതൊക്കെ മനഃപൂർവ്വം. ഇത് മനഃപൂർവ്വം തമിഴ്നാട് വളരെ ശക്തമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതോ തരത്തില് ഇതൊക്കെ വളരെ ശക്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഉടമസ്ഥാവകാശം തന്നെ പറയുന്നത്. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് നമ്മൾ ഈ കേസ് പഠിച്ചേ പറ്റൂ. ഈ കേസ് നമ്മൾ ശക്തമായിട്ട് അവതരിപ്പിച്ചേ പറ്റൂ. അത് സുപ്രീം കോടതിയിലാണെങ്കിലും പ്രധാനമന്ത്രിയുടെ അടുത്താണെങ്കിലും വ്യക്തമായിട്ടും ശക്തമായിട്ടും അവതരിപ്പിക്കുവാനുള്ള ബാധ്യതയുള്ളത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനാണ്. പക്ഷെ അവരെന്താ ചെയ്തത്? ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി, ഞാനും പോയിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ കോപ്പി കൂടി എടുത്തിരുന്നു. ജയലളിതയും എടുത്തിട്ടുണ്ട്, എനിക്കറിയാം. 75 പൈസ അപേക്ഷിച്ചു കൊടുത്താൽ ശ്രീമതി ജയലളിത അത് ശരിക്കും ഉപയോഗപ്പെടുത്തി. കാരണം എന്താ? ഞാനത് ഓൾ പാർട്ടി മീറ്റിംഗിൽ വായിച്ചു. അതിനകത്തെ 12, 13, 14, 15 പാരഗ്രാഫുകള് ജയലളിതയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളതല്ല. എങ്ങനെ പറ്റി? ഒരിടത്ത് പറയുന്നു, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലും അപ്പുറത്ത് ഇടുക്കിയില് വെള്ളം തടഞ്ഞു നിർത്തിക്കൊള്ളാം. ഇത് ജയലളിതയുടെ കേസാണ്, നമ്മൾ പറയേണ്ട കേസല്ല. അതുപോലെ ജയലളിത പറയുന്നത് എന്താ? ഇവിടെ ചുമ്മാ ഭീഷണി ഉണ്ടാക്കുന്ന ഇത് കുറെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഒക്കെ കൂടി ആവശ്യമില്ലാത്ത ഭീഷണി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഭീഷണി ഇല്ല. അത് തന്നെ എഴുതി വെച്ചിരിക്കുക. 14ാമത്തെ പാരഗ്രാഫില് എഴുതി വെച്ചിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ്. നമ്മുടെ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് 3 വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 450 കുടുംബത്തെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 40 ലക്ഷം പേര് മരണമടയും എന്ന് കേരള സർക്കാർ തന്നെ പറയുന്നു. മന്ത്രിമാര് മാറി മാറി പറയുന്നു. പക്ഷേ എഴുതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ 450 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന സ്കൂളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്കൂളുകളൊക്കെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആദ്യമേ ഒലിച്ചു പോകുന്ന സ്കൂളുകളാണ്. 1 ചപ്പാത്ത്, 2 ഏലപ്പാറ, 3 ഉപ്പുതറ, ഇപ്പോൾ LDFന്റെ സമരം നടക്കുന്ന വണ്ടിപ്പെരിയാറിലുള്ള ഒരു സ്കൂള്. ഇങ്ങനെ ആദ്യം വെള്ളം വന്ന് ഭയങ്കരമായിട്ട് സുനാമി പോലെ വന്ന് മുഴുവൻ ഒഴുകി പോകുന്ന വള്ളക്കടവ്, ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ 8 സ്കൂളുകൾ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ മഠേതരം ഓൾ പാർട്ടി മീറ്റിംഗിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ LDFന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കസേര പുറകോട്ട് വലിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇനി ഇവിടെ ഇരിക്കണോ? നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ, നമ്മുടെ കേസ് കുളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിക്കാനായിട്ട് എന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതിഭാഗം തുടങ്ങി. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ഇടപെട്ട് പറഞ്ഞു, ദേവി ഇറങ്ങിപ്പോകരുത്, വളരെ കാര്യമായിട്ട് എല്ലാ കക്ഷികളും കൂടി ഒരു നല്ല ഒരു സന്ദേശം കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ശ്രീ VS പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു എന്ന് നിങ്ങൾ തന്നെ പത്രക്കാരോട് പറയണം. അവസാനം ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സമ്മതിച്ചു, തെറ്റുപറ്റി എന്ന് അവിടെ ഞങ്ങളോട് സമ്മതിച്ചു. അത് പത്രക്കാരോടൊക്കെ പറയണം, ജനമറിയണം എന്ന് ബഹുമാനപ്പെട്ട VS-ഉം ശ്രീ കോടിയേരിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിൽ നിന്ന് പോയ പ്രധാനപ്പെട്ട നേതാക്കന്മാര് വളരെ ശക്തമായിട്ട് വാദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു, ശരി സമ്മതിച്ചു, ഇപ്പൊ തന്നെ പത്രക്കാരോട് ഞാൻ പറയാം. അതനുസരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഇരിക്കുന്ന പത്രക്കാര് വന്ന പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് ശ്രീ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പറഞ്ഞു, ഈ സത്യവാങ്മൂലം ഞങ്ങൾ പിൻവലിക്കുകയാണ്, പുതിയ സത്യവാങ്മൂലം എഴുതി കൊടുത്തോളാം. അദ്ദേഹം നല്ല കാര്യം തന്നെ ചെയ്തു. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്യാബിനറ്റ് കൂടി ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി, മാണി സാറ്, ശ്രീ PJ ജോസഫ് എത്രയില്ലു 4 അംഗ മന്ത്രിസഭാ സമിതിയെ വെച്ചു എന്ന കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ ജയലളിതയ്ക്ക് വളരെ സന്തോഷം. ജയലളിത വാദിക്കുന്നത് എന്തായിരിക്കും? കേരളം തന്നെ കാണിച്ചത് തെറ്റാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. തന്നെയല്ല, ശരിയായിട്ടുള്ളത് കണ്ടുപിടിച്ച് ഇനി വീണ്ടും കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിരിക്കുന്നു. ഇതിൽ
നമ്മുടെ കേസ് സുപ്രീം കോടതിയിൽ പൊളിക്കുന്ന രീതിയിൽ ഇതെന്താ ചെയ്യുന്നത്? 140 മണ്ഡലങ്ങളിലെ UDF ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ മാത്രം ആ 140 മണ്ഡലത്തിലും UDF പൊളിയില്ലേ? കാരണം കേരളത്തിലെ ജനങ്ങളോട് ഇത്രയും വലിയ കടുത്ത അനീതിയും മണ്ടത്തരവും കാണിച്ച് ഇത് വെറും മണ്ടത്തരമാണോ? ആർക്കറിയാം? കേരളത്തിലെ അക്കൗണ്ടില്ലാതെ കുറെ പണമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതെല്ലാം അറിയാതെ പറയുന്നതാണോ? ആർക്കറിയാം? അക്കൗണ്ടിന്റെ തെറ്റ് പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞാരാ? ഞങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ UDF നേതാക്കന്മാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട റാണി സാർ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട BJ ജോസഫ് ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ തിരുവഞ്ചൂർ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. പക്ഷേ എന്നവരുടെ അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു വരുത്തി ശാസിക്കും എന്നൊക്കെ പറഞ്ഞു, പുറത്താക്കും എന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റും എന്ന് ഒരു മന്ത്രി പറഞ്ഞു, മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ മാറും എന്ന് വേറൊരു മന്ത്രി പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? അഡ്വക്കേറ്റ് ജനറൽ കയറി പോകുന്നത് നമ്മൾ TV യിൽ കൂടി കണ്ടതല്ലേ? വളരെ കൂളായിട്ട് കയറി വന്നു, അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് വളരെ കൂളായിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു. പിറ്റേ ദിവസം പറഞ്ഞു അഡ്വക്കേറ്റ് ജനറൽ ഒന്നും ചെയ്യുന്നില്ല. എന്താ പറ്റിയത്? അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേരളത്തിലെ ഗവൺമെന്റ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ അഡ്വക്കേറ്റ് ജനറലെ പിടിക്കാൻ പറ്റുമോ? അഡ്വക്കേറ്റ് ജനറൽ യാതൊരു പോറലും പറ്റാതെ കേരളത്തിന്റെ കേസിനെതിരായിട്ട് പറഞ്ഞ ആ അഡ്വക്കേറ്റ് ജനറൽ ഒരു പോറലും പറ്റാതെ അദ്ദേഹം ഇപ്പോഴും കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിൽക്കുക. അദ്ദേഹം തെറ്റ് കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കേരളത്തിലെ ഗവൺമെന്റിനാണ് തെറ്റ് പറ്റിയത്. ഇതിനേക്കാളൊക്കെ വലിയൊരു മണ്ഡലം പിന്നെ പറ്റി. അതെന്താ? അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇടയ്ക്കൊരു തീരുമാനമെടുത്തു. പുതിയ ഡാം പണിതാൽ അത് പിറവം തെരഞ്ഞെടുപ്പ് വേണ്ടുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. പുതിയ ഡാം പണിതാൽ ആ ഡാമിന്റെ കൺട്രോള് തമിഴ്നാടിന് കൂടി കൊടുക്കാം. തമിഴ്നാട് പോലും ചോദിക്കാത്ത ഒരു കാര്യമാണ്. പുതിയ ഡാം എന്ന് പറയുന്ന 1971 സെൻട്രൽ വാട്ടർ കമ്മീഷൻ വന്ന് പുതിയ ഡാം പണിതേ പറ്റൂ എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഡാമിൽ നിന്ന് 1300 മീറ്റർ അകലെ കേരളത്തിന്റെ സ്ഥലത്ത് തന്നെ, അത് കേരളത്തിന്റെ സ്ഥലമേ അതുപോലെ, അപ്പോൾ അവിടെ പുതിയ ഡാം പണിയാനാണ് തീരുമാനം. ആ ഡാം പണിയുമ്പോൾ അതിന്റെ ഒരു അവകാശം ഇതുവരെ തമിഴ്നാട് ചോദിച്ചിട്ടില്ല, ഒരവകാശവും കേന്ദ്രവും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നു ഒരു അംശം കേന്ദ്രത്തിനും ഒരംശം തമിഴ്നാടിനും, ഞങ്ങൾക്ക് 3 അംശം ഞങ്ങൾക്കും. ഇതെന്തിനാ? കേരളത്തിന്റെ അവകാശം വിറ്റഴിക്കാനായിട്ട് എന്ത് അവകാശമാണ് ഈ UDF-നുള്ളത്? വെറും 2-3 MLA-മാരുടെ ഭൂരിപക്ഷത്തിനല്ലേ നിൽക്കുന്നത്? എന്ത് അവകാശമാണുള്ളത്? ശരിക്കും വലിയൊരു അപകടമല്ലേ ഇത്? എല്ലാവരും പറഞ്ഞു, പത്രത്തിൽ വന്നു, ചില പത്രങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതി. LDF നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഇതെന്താ കേരളത്തിന്റെ ഭൂമി വിറ്റഴിക്കാൻ നിൽക്കുന്ന അവകാശം എന്ന് ചോദിച്ചു. 4 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വെള്ളത്തിന്റെ കൺട്രോൾ കൊടുക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് ജയലളിത പോലും ഇതുവരെ ചോദിക്കാത്ത ഒരു കാര്യമാണ്. പുതിയ ഡാം പണിയുമ്പോൾ കൂടുതൽ വെള്ളം കിട്ടും, അതിൽ അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്താൽ മതി. പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്താ? മുഴുവൻ വെള്ളവും കൊടുത്തേക്കും. എന്തിനാ മുഴുവൻ വെള്ളം? അതിന്റെ വെള്ളം നമുക്കാകാമല്ലോ. കാരണം പെരിയാറിന്റെ മറ്റേ കര അപ്പുറത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അവിടെ നല്ല കൃഷി ചെയ്തു. ഇപ്പുറത്ത് എങ്ങനെ കിടക്കുന്നതെന്നറിയാവോ? വരണ്ട് ആ ഡാം വേനൽ വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലമായി മാറി കിടക്കുന്ന നമുക്കും വേണ്ട ഇത്ര വെള്ളം. കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി ശക്തമായി പോരാടാനായിട്ട് പറ്റുന്ന ഒരു പാർട്ടിയല്ലേ കേരള കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയും ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പദയാത്ര നടത്തുന്നത് മറ്റൊരു കാര്യത്തിലുമല്ല. ഇത് ജനങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം. ഇവിടുത്തെ ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയാണ്, ഇങ്ങനെ പേടിച്ച് അവരെ പേടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തില് കേന്ദ്രത്തിൽ നിന്ന് നീതി കിട്ടത്തില്ല, നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് ചർച്ച ചെയ്യണം, രമ്യമായ പരിഹാരം കണ്ടേ പറ്റൂ. ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഒരു വിജയം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനെക്കുറിച്ചുള്ള പരസ്യമൊക്കെ വന്നപ്പോൾ വളരെ അധികം നമ്മളൊന്നും വിചാരിക്കുന്നതിനേക്കാൾ പല പാർട്ടികളും ചർച്ച ചെയ്തു. ഇത് ഭയങ്കരമല്ലേ, ഈ വിഷയത്തെ പറ്റി നമ്മൾ വിടാറില്ല, അപകടമല്ലേ, നമ്മൾ ഔട്ടാകില്ലേ എന്ന് ചില പാർട്ടികൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ മുല്ലപ്പെരിയാർ പദയാത്ര എറണാകുളത്ത് ആരംഭിച്ച കഴിഞ്ഞ
6-ാം തീയതിക്ക് തൊട്ട് തലേദിവസം ഒരു പാർട്ടിയെങ്കിലും തീരുമാനിച്ചല്ലോ ഞങ്ങൾ രംഗത്തിറങ്ങാം എന്ന്. വലിയ വിജയമാണ് അത്, ഞങ്ങളുടെ വിജയമാണ് അല്ലേ? ഞങ്ങൾ ഈ മുല്ലപ്പെരിയാർ പൊതുയാത്ര ഇപ്പോൾ ഇട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരില്ലല്ലോ. ഏതായാലും അതിൽ ഞങ്ങൾ ആ പാർട്ടിയെ അനുമോദിക്കുന്നു. പക്ഷെ ആ പാർട്ടി അവിടെ നിന്നുകൊണ്ട് തന്നെ സമരം ചെയ്യണോ എന്നൊന്ന് ആലോചിക്കണം. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സമരപ്പന്തലിൽ കയറ്റുകയില്ല എന്ന് ചപ്പാത്തിലെ സമര നേതാക്കന്മാര് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. തിരുവഞ്ചൂർ ഇടുക്കി ജില്ലയിൽ കയറ്റുകയില്ല. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ ഒന്ന് കേൾക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തും നിങ്ങളുടെ ഒക്കെ നേതാവും ഞങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ബഹുമാനപ്പെട്ട കേരളത്തിലെ ഒരു മന്ത്രിയെ ആ ജില്ലയിലേക്ക് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആ സമരപ്പന്തലില് നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു പാർട്ടി അവിടെ പോയി സമരം ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളങ്ങനെ ഇരുന്നോ, അവിടെ സമരം ചെയ്തോട്ടെ. ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം അവർ സമരം ചെയ്യുന്നുണ്ടല്ലോ. അവരെ ഞങ്ങൾ അനുമോദിക്കുകയാണ്. കൂടെ ഇരുന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇങ്ങനെ കൂടെ ഇരുന്നുകൊണ്ട് എത്രമാത്രം നിങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റും? അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടോ? അതിനകത്ത് ആത്മാർത്ഥത കാണുമോ? ജനങ്ങൾ അതിനകത്ത് ആത്മാർത്ഥത ഉള്ളതായിട്ട് മനസ്സിലാക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കാര്യം. അത് നിങ്ങൾ ആലോചിക്കുക. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമാണ്. അനങ്ങാപ്പാറ നയം നിങ്ങൾ ഉപേക്ഷിച്ചല്ലോ. ബഹുമാനപ്പെട്ട പി കെ ജോസഫിനെ ഞങ്ങൾ അനുമോദിക്കുക. കാരണം അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും കൂച്ചുവലങ്ങൾ വരിക. അദ്ദേഹം മിണ്ടാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാം കുഴപ്പമാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് വല്ലതും പറയുക. എന്തിനാ ആക്ഷേപിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചിലതൊക്കെ വളരെ പ്രസക്തമല്ലേ? നമ്മുടെ ഈ ഡാമിന് ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് മുഴുവൻ കള്ളവെന്നെങ്ങനെ പറയുക? അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഡാമിന് ഭീഷണിയില്ല, നേരെ മുല്ലപ്പെരിയാറിൽ വരുമ്പോൾ ഇടുക്കി വരുമ്പോൾ വെള്ളമൊക്കെ തടഞ്ഞു നിർത്തിക്കൊള്ളാം എന്നാണ് ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ നിർത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതിനകത്ത് ഒന്നും പറയുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ആളുകൾ മുഴുവൻ ഇറങ്ങണം. അവരൊന്ന് അണങ്ങണം. കാരണം അവരല്ലേ ഇപ്പോൾ അധികാരത്തിലുള്ളത്. പ്രഭവ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ ആകെപ്പാടെ മാറുമായിരിക്കും. അതെനിക്കറിയില്ല. പ്രഭവ തെരഞ്ഞെടുപ്പ് നീട്ടി കൊണ്ടുവന്നതിന്റെ കാര്യവും നമ്മളൊക്കെ ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തനം വരുന്നത് അവിടെ വലിയ ചർച്ചയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വന്നു എങ്കിലും ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂടെ ഒന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് വരാത്തത് എന്തേ? പാവം അവിടുത്തെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി ബഹുമാന്യനായ ശ്രീ NJ ജേക്കബ് അവിടെ നല്ല മിടുക്കനായ വെറും MLA ആയിട്ടിരുന്നിട്ട്, മന്ത്രിയൊന്നുമില്ലാതിരുന്നിട്ട് അവിടെ വികസനത്തിന്റെ വലിയ 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 പന്താവ് വിരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തിനോട് വലിയ ജനപിന്തുണയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ പേടിച്ച്, LDFനെ പേടിച്ച് തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചാൽ എത്ര വരെ മാറ്റാം? ഇലക്ഷൻ കമ്മീഷൻ അവസാനത്തെ ദിവസം വെച്ചിരിക്കുന്നത് ഏപ്രിൽ 30. ഏപ്രിൽ 30 വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കഴിഞ്ഞാൽ ഉടനെ ഈ പ്രശ്നമൊന്നും പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ അത് കേരളത്തിലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ജയിക്കാനായിട്ട് നിങ്ങൾക്കല്ലേ ഉള്ള ശക്തി, നിങ്ങൾക്കല്ലേ അവിടെ മന്ത്രിമാരുള്ളത്, നിങ്ങൾക്കല്ലേ അവിടുത്തെ ശക്തി കൂടുതൽ അറിയാവുന്നത്. ഞങ്ങളെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ പോയി പറഞ്ഞിട്ട് പാവപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നത് ഇല്ല. അദ്ദേഹം വളരെ നിസ്സഹായനാണ്. വാസ്തവത്തില് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എന്താണ് പാർട്ടിയുടെ നയം? ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ 1964 ബഹുമാന്യനായ ആദ്യത്തെ ചെയർമാൻ ശ്രീമാൻ KM ജോർജ് പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നയമല്ലേ? അപ്പുറത്ത് ഇപ്പോഴും ഇരിക്കുന്നവർ ആ നയം അവിടെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കാരണം ഇപ്പോഴുള്ള ശക്തമായ കേന്ദ്രം ഈ കാര്യത്തിലുണ്ടോ? അശക്തമായ കേന്ദ്രമല്ലേ നമ്മൾ കാണുന്നത്? അസംതൃപ്തമായ സംസ്ഥാനത്തെയല്ലേ നമ്മൾ കാണുന്നത് ഈ പ്രശ്നത്തില്? അവിടെ എങ്ങനെ നിങ്ങൾ ഇരിക്കുന്നു? അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യം ഇനി നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്കാരെ ചിന്തിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആവിർഭാവ സമയത്ത് വെച്ച ആ ആശയം ഇന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ കൊള്ളാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ പദയാത്ര വന്നപ്പോൾ
വളരെ ഹൃദ്യമായ സ്വീകരണം നൽകിയ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ LDF നേതാക്കന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഞാൻ